ദൈവം എന്റെ ഭാഗത്താണ് അപ്പു. ഞാൻ ജയിച്ചു. ഇനി ആ വിവാഹം നടക്കും. ആ മേത്തച്ചിയെ അവിടെ നിന്നും അതും കൂടെ ഞാൻ നടത്തും. എന്നിട്ടേ എന്റെ കണ്ണു തുറക്കും. അപ്പോ നീ പ്രഭാകരനെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ. കേസിന്റെ വിധിന്യായങ്ങളൊക്കെ ഒന്ന് അറിയണം. നാണുകുട്ടനായരോ? നാണുകുട്ടനായർ ഇരിക്കാൻ പറ. അല്ല നാണുകുട്ടനായരെ, സമയമുണ്ടല്ലോ. സൗകര്യം പോലെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും. നിങ്ങളെന്നെ പരിഹസിക്കുക. ഇതാ വിവാഹ ക്ഷണക്കത്ത് ജാസ്തി അച്ചടിച്ചിരിക്കണു. പക്ഷെ ഒരാളെ ക്ഷണിക്കണുള്ളൂ, അത് താങ്കളെയാ. ഇതാ നാണുകുട്ടനായർ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല. നിങ്ങൾക്ക് വേണ്ടി നാളെ കപ്പലേറ്റിട്ട് ഞാൻ ഈ നാടകമൊക്കെ കളിച്ചു. ഒട്ടും നാളെ പോയാലും ഒരു ഓട്ടം കിട്ടുമല്ലോ എന്ന് കരുതി. നാണുകുട്ടനായർ, കേസ് ഞാൻ ജയിച്ചിരിക്കുന്നു. ഓ, കേസ് ജയിക്കണോ? ഇനി അപ്പീല് പോയാൽ തന്നെയും നിങ്ങൾക്കറിയില്ല. കമ്പനി മാനേജ്മെന്റിനെ വേറെ ആളെ നോക്കിക്കൊള്ളൂ. കമ്പനി ആണുങ്ങളെ കൊണ്ടുപോയെന്ന് അർത്ഥം. അപ്പു, അപ്പു, പ്രഭാകരൻ കളവ് പറയായിരുന്നോടാ? എവിടെയാണ് വിളിച്ചോ? അങ്ങനെ ഇപ്പൊ കുഞ്ഞിനോട് സംസാരിക്കരുത്. എടാ, രഘു വീണ്ടും എന്നെ തോൽപ്പിക്കുക. ഇല്ലടാ, ഇല്ലടാ, ഞാൻ എങ്ങോട്ടാണ്? ഓ, നീയും മുകളിലുണ്ടാകുമെന്ന് കരുതി. ചേട്ടൻ എന്തിനോട് വന്നു? അച്ഛനും മകനും കേസ് ജയിച്ചില്ലേ? കമ്പനിയുടെ രേഖകളൊക്കെ തിരിച്ചേൽപ്പിക്കാൻ വന്നതാണ്. ചേട്ടാ, തിരിച്ചു പോകുന്നതാണ് നല്ലത്. പോകും. ഇത് അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സമ്മതിക്കില്ല. നീ ഇനിയും പഠിച്ചില്ല അല്ലേ? നിങ്ങളാരും എന്നെ പഠിപ്പിക്കില്ല. തിരിച്ചു പോകുന്നുണ്ടോ ചേട്ടാ? നീ നിന്റേതായ എല്ലാം അച്ഛന് വേണ്ടി പരിഹരിച്ചു. ആരും നീയാണടാ, നമ്മുടെ അച്ഛനല്ല. നിനക്കറിയാമോ, നീ പ്രേമിച്ച ആ പെൺകുട്ടിയെ നാണുകുട്ടനായരുടെ മകനെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഏർപ്പാട് ചെയ്താരാണ്? നിന്റെ അച്ഛൻ, നമ്മുടെ അച്ഛൻ. പകരം കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് നൽകാമെന്ന് ആ ശ്രീധരൻ പിള്ളയെയും അച്ഛൻ ഭീഷണി കൊണ്ട് കീഴ്പ്പെടുത്തിയതാണ്. അലിയ, കണ്ണുണ്ടായാൽ പോരടാ, കാണണം. അച്ഛൻ കണ്ണു കാണാമോ? അച്ഛ, കാണാമോ? അച്ഛ, ഞാൻ കാണുന്നുണ്ടാ. കുറച്ചു കാലമായി എന്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയിട്ട്. നിങ്ങളെ ആരെയും അറിയിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്കെതിരായി നിങ്ങൾ ഒഴുകിപ്പോകുന്നത് ഞാൻ കാണുകയായിരുന്നു. ഈ വീട്ടിൽ ജീവിതമല്ല, നാടകമായിരുന്നു. ആ നാടകങ്ങളൊക്കെ ഞാൻ കണ്ടു. പോയിട്ട് എല്ലാവരോടും പറയൂ, കൈമൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നു. ഇത്രയും കാലം ക്രൂരനായിട്ട് അഭിനയിക്കുകയായിരുന്നു എന്ന്. നീ എന്തിനു വന്നു? പോ. ഈ വീട്ടിൽ നിന്ന് അല്പം വായു പോലും ശ്വസിക്കാനുള്ള അവകാശം നിനക്കില്ല. ഇതാച്ച വോട്ട് കമ്പനിയുടെ ആധാരം. ഞാനത് അച്ഛന് തിരിച്ചു തരുന്നു. ഇതാ നാണുകുട്ടനായർക്ക് കൊടുത്ത് എന്റെ അനിയനെ അവന്റെ കാമുകിയിൽ നിന്ന് ഒന്ന് രക്ഷിക്കും. മക്കളെ കൊണ്ട് സ്നേഹിപ്പിക്കരുത്, മക്കളെ കൊണ്ട് അനുസരിപ്പിക്കരുത്. അച്ഛനും മക്കളുമാണെങ്കിലും വെവ്വേറെ വ്യക്തികളാണ്, വെവ്വേറെ വികാരങ്ങളും ഉള്ളവരാണ്. അത് പരസ്പരം മാനിക്കണം. രാവും പകലും
മുകളിലിരുന്ന് അച്ഛൻ കടൽപ്പാലം കാണാറില്ലേ? അച്ഛൻ അക്കരപ്പറ്റാൻ വേണ്ടി നടന്നത് ആ കടൽപ്പാലത്തിലൂടെയാണ്. അടിയിൽ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അച്ഛൻ സംശയിച്ചില്ല. പുഴയോ തോടോ ആയിരിക്കും എന്ന് കരുതി. അച്ഛൻ ഇന്ന് ആ കടൽപ്പാലത്തിന്റെ വക്കത്താണ്. ഇനിയെങ്കിലും മടങ്ങുകയാണ് അച്ഛൻ നല്ലത്. മടങ്ങുകയാണ് നല്ലത്. നിന്നെ പോലെ തന്നെ ഞാനും ഗീതയും അച്ഛനെ സ്നേഹിക്കുന്നുണ്ടാ. പക്ഷേ അച്ഛാ, ഞാൻ മുഴുവൻ കൊണ്ട് എന്നാക്കി തരണോ? കണ്ണില്ലാത്ത അച്ഛനിങ്ങനെ നടക്കരുത്, വീണു പോകും. തലയിൽ നടക്കുവച്ച എല്ലാ മക്കളോടും അച്ഛൻ ജയിച്ചിരിക്കേ. അച്ഛാ, എനിക്കെന്റെ അച്ഛൻ ദൈവമായിരുന്നു. അച്ഛന്റെ കൽപ്പനകൾ മതവും. സരളയെ ഞാൻ ഗീതയായി അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിച്ചെങ്കിൽ അതച്ഛന് വഞ്ചിക്കാനായിരുന്നില്ല. മനഃശക്തിയില്ലാത്ത അച്ഛന് സത്യം കേൾക്കാൻ കരുത്തുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഹൃദയം പൊട്ടി എന്റെ അച്ഛൻ മരിക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടാണ്. ഇനി ഈ മകനെ ചെയ്യാൻ വെച്ച മരിക്കണമോ? സന്തോഷം, അതുകൂടെ കൽപ്പിക്കൂ, അതുകൂടെ കൽപ്പിക്കൂ അച്ഛ.